ഹൃദയംഗമമായ അഭിവാദ്യം നേരുകയാണ്. സുപ്രധാനമായ ഒരു ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിലേറെ പ്രാധാന്യമുള്ള ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പിലേക്ക് വളരെ പതുക്കെ അതിൻ്റെ പ്രൊസീജിയറുകളൊക്കെ പൂർത്തിയാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ആ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കമായി, ഒരു തയ്യാറെടുപ്പായി നിങ്ങളുടെ ഈ സമ്മേളനം മാറേണ്ടതുണ്ട് എന്ന് ഞാൻ ആഗ്രഹിക്കുകയും വിചാരിക്കുകയും ചെയ്യുകയാണ്. വർത്തമാന ഇന്ത്യ പ്രക്ഷുബ്ധമാം വിധമുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളാൽ സങ്കീർണമായി നിൽക്കുന്ന ഒരു സന്ദർഭമാണിത്. ഈ രാജ്യത്തിൻ്റെ ഏറ്റവും മൗലികമായ അടിസ്ഥാന തത്വങ്ങളിൽ അതിനെ അപകടപ്പെടുത്തുന്ന വലിയ ശ്രമങ്ങൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ഇന്ത്യയുടെ തെരുവുകളിൽ ഈ രാജ്യത്തിൻ്റെ അകക്കാമ്പായി നിൽക്കുന്ന, ഒരുപക്ഷെ ഇന്ത്യ ലോകത്ത് ശ്രദ്ധേയമായി നിൽക്കുന്ന രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങളും, രാജ്യത്തിലെ ആ വൈവിധ്യങ്ങളിൽ പ്രമുഖമായി നിൽക്കുന്ന മൈനോറിറ്റിയും മറ്റു രാജ്യങ്ങളുടെ മുമ്പിൽ അപകീർത്തി ഉണ്ടാക്കും വിധത്തിൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. മണിപ്പൂരിലെ ഏറ്റവും ഭീകരമായ അതിക്രമങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട ഒരു സമുദായം, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മണിപ്പൂർ വിഷയത്തിലെടുക്കുന്ന ഒരു സ്റ്റാൻഡ് നിങ്ങൾക്കറിയാം. പക്ഷേ ഇന്ത്യ കണ്ട ഏറ്റവും ഭീകരമായ കലാപങ്ങളിൽ ഒന്നായിട്ടുള്ള മണിപ്പൂരിൽ നിർഭാഗ്യവശാൽ ഈ സമയം വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സന്ദർശിക്കുക പോലും ചെയ്തിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുസ്ലിങ്ങൾക്കെതിരായി ഇന്ത്യയുടെ തെരുവുകളിൽ നടക്കുന്ന അതിക്രമങ്ങൾക്ക് രാജ്യം ഭരിക്കുന്ന ഫാഷിസ്റ്റുകൾ ചെയ്യുന്ന രീതികൾ നിരന്തരമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നിതാ ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായ, അവർ ന്യൂനപക്ഷങ്ങൾ പോലുമല്ല, ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന തന്തുവെന്ന് പറയാൻ കഴിയുന്ന, ഈ രാജ്യത്തിൻ്റെ നിർമ്മാണത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചവർ എന്ന് പറയാൻ കഴിയുന്ന ഈ നാട്ടിലെ ദളിതുകളെ, അവരുടെ ദൈവസമാനമായി കരുതുന്ന ജനാധിപത്യത്തിൻ്റെ അവരുടെ തേരാളിയായ അംബേദ്കറെ ഏറ്റവും നീചമായ തരത്തിൽ ഇന്ത്യയിലെ രണ്ടാമൻ എന്ന് പറയാൻ കഴിയുന്ന അമിത്ഷാ ആക്രമിക്കുമ്പോൾ അതേ തുടർന്ന് ഇന്ത്യയുടെ പാർലമെന്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നിങ്ങൾക്കറിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഒരു ഭാഗത്ത് ഇത്ര വലിയ അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും പ്രതീക്ഷാ നിർഭരമായ ഒരു മൂവ്മെന്റിന് ഇന്ത്യയിലെ മനുഷ്യർക്ക് കഴിഞ്ഞു എന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഒരു തെളിവാണ്. ആ തെരഞ്ഞെടുപ്പിന്റെ മുൻപന്തിയിൽ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു. രാഹുൽ നൽകുന്ന ഒരു പ്രതീക്ഷയുണ്ട്. ഇത്രമേൽ ആക്രമിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് സമീപകാലത്ത് ഒരുപക്ഷെ ഇന്ത്യയിൽ ഉണ്ടാവില്ല. ഏറ്റവും മ്ലേച്ഛമായ ഭാഷയിൽ, ഏറ്റവും വൃത്തികെട്ട രൂപത്തിൽ അദ്ദേഹത്തെ ആക്രമിച്ചു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും പപ്പു എന്ന വാക്ക് പ്രയോഗിക്കാൻ ശ്രമങ്ങൾ നടത്തി. ഡ്രഗ്സ് ഉപയോഗിക്കുന്നവനാണ് രാഹുൽ എന്ന ആക്ഷേപമുണ്ടായി. എല്ലാം കേട്ടിട്ടും പറഞ്ഞിട്ടും ആക്ഷേപിച്ചപ്പോഴും പതറാതെ ഇന്ത്യയിലെ മനുഷ്യരുടെ കൂടെ നിൽക്കാൻ അയാൾ കാണിച്ച ഒരു മിടുക്കുണ്ട്. ആ മിടുക്കിന് കൈയടിക്കുന്ന ഒരു ഇന്ത്യയുണ്ട്. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ ഒരുപാട് പാഠങ്ങളുണ്ട്, ഞാൻ അത് വഴിയെ പറയാം. സുപ്രധാനമായ ഒരു കാര്യമുണ്ട്.
കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയെ മടിച്ചിടാനും ഇന്ത്യയിലെ ഇന്ത്യ മുന്നണിക്ക് രാജ്യം ഭരിക്കാനുമുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത്. സ്വാഭാവികമാണ് ആ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ജനങ്ങളുടെ പങ്കാളിത്തവും പിന്തുണയും ഉണ്ടാകും. എന്നാൽ സോണിയാഗാന്ധി മത്സരിച്ച് എത്ര വലിയ ഭൂരിപക്ഷം കിട്ടിയാലും ഇന്ത്യൻ ഭരണമൊന്നും കിട്ടാൻ പോണില്ലല്ലോ. പ്രിയങ്ക ഗാന്ധി മത്സരിച്ചു ജയിച്ചാൽ രാഹുലിന് പ്രതിപക്ഷ നേതാവിന്റെ പദവിയിൽ നിന്ന് പ്രധാനമന്ത്രി പദത്തിൽ എത്തില്ലല്ലോ, ഉറപ്പാണല്ലോ. എന്നിട്ടും തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങൾക്ക് ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങളെക്കാൾ കൂടുതൽ വോട്ട് രാഹുലിന് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് പ്രിയങ്ക ഗാന്ധിക്ക് കൊടുക്കുമ്പോൾ ജനങ്ങളുടെ ഉദ്ദേശം എന്താണ്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കിയെടുത്ത ഇമേജിൽ നിന്ന് പിന്നെയും ജനഹൃദയങ്ങളിൽ അവർ പിറകോട്ട് പോയി എന്നതാണ്. ഭരണം കിട്ടില്ല എന്ന്, അതിനുവേണ്ടിയല്ല എന്ന് ഉറപ്പുണ്ടായിട്ടും പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്യാൻ ജനങ്ങൾ കാണിക്കുന്ന ഒരു മര്യാദയുണ്ട്, അല്ലെങ്കിൽ ഒരു ശ്രദ്ധയുണ്ട്, ഒരു താല്പര്യമുണ്ട്. അത് പ്രതീക്ഷാദായകം തന്നെയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് എല്ലാവരോടും ചോദിക്കട്ടെ. സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്ന ഒരാൾ എന്ന നിലക്ക്, രാഷ്ട്രീയ ചലനങ്ങൾ പരിശോധിക്കുന്ന നിങ്ങളുടെ ഇടയിലുള്ള ഒരാൾ എന്ന നിലക്ക് നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിച്ചു നോക്കൂ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പിൽ നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു ആശങ്കയുണ്ട്. ഈ രാജ്യത്തിലെ പൗരന്മാർക്ക് മുഴുവൻ, ജനാധിപത്യ വിശ്വാസികൾക്ക് മുഴുവൻ നിങ്ങളിൽ തന്നെ ഒരു ജാഗ്രതയുണ്ടായിരുന്നു. രാജ്യം ഫാഷിസം പിടിക്കാൻ വരികയാണ്, സൂക്ഷിക്കണം, ജാഗ്രത വേണം. സോഷ്യൽ മീഡിയകളിൽ മുഴുവൻ വിരുദ്ധ കാണിക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ മാസങ്ങളിൽ എന്തേ അത് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കുറഞ്ഞു പോയത്? എന്തേ ഒരു ജാഗ്രത കുറവ്? പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ രാഹുൽ ഗാന്ധിയെ പ്രതിഷ്ഠിക്കുന്നതോടുകൂടി പ്രശ്നങ്ങൾ തീർന്നു എന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അപകടമാണ്. ഇതുപോലെ ജാഗ്രത കുറഞ്ഞ ഒരു കാലത്താണ് നമ്മുടെ തലക്ക് മുകളിലൂടെ ഫാഷിസം ഇന്ത്യ രാജ്യത്ത് കയറി വന്നത്. അതുകൊണ്ട് സൂക്ഷ്മതയിൽ കുറയരുത് എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയും അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്. കോൺഗ്രസിന് 100 സീറ്റ് കിട്ടിയാൽ തീരുമോ പ്രശ്നങ്ങൾ? രാഹുൽ പ്രതിപക്ഷ നേതാവായാൽ തീരുമോ പ്രശ്നങ്ങൾ? നമ്മുടെ ലക്ഷ്യം അതല്ലല്ലോ. ഈ രാജ്യത്ത് ഫാഷിസത്തെ തോൽപ്പിക്കാവുന്ന പോരാട്ടങ്ങൾ നിരന്തരമായ ജാഗ്രതയോടെ നാം ചെയ്തുകൊണ്ടേയിരിക്കേണ്ടതുണ്ട്. എന്തെന്നാൽ നമ്മളെ ഈ മൗനത്തിന്റെ വാൽമീകത്തിൽ കിടക്കുമ്പോൾ രാജ്യം എവിടേക്ക് പോകുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ നാടിന്റെ തകർച്ചയുടെ അളവ് എത്രയാണെന്ന് നിങ്ങൾക്കറിയുമോ? കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ രാജ്യം ഒന്ന് പരിശോധിച്ച് നോക്ക്. ഇന്ത്യയുടെ GDPയുടെ വളർച്ച 5.6 ആണ്, 5.6. അത്രമേൽ തകരുകയാണ് ഈ രാജ്യം. എന്ന് വെച്ചാൽ ഇതിന്റെ സാമ്പത്തികമായ അവസ്ഥ എന്താണെന്ന് അറിയുമോ? ഇന്ന് ഇന്ത്യയിൽ പഠിക്കുന്ന കുട്ടികൾ, അവർ പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ അവരിൽ 5% പോലും ജോലി കൊടുക്കാൻ പ്രാപ്തമല്ല ഇന്ത്യയുടെ നിലവിലുള്ള GDP എന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. ഒരു രാജ്യത്തിന് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ, പിടിച്ചു നിൽക്കാനെങ്കിലും പറ്റണമെങ്കിൽ ആ രാജ്യത്തിന് ഏറ്റവും മിനിമം ഉണ്ടാകേണ്ടത് ഒരു 10%-എങ്കിലും വളർച്ചയാണ്. എന്നാൽ ഇന്ത്യയുടെ GDPയുടെ വളർച്ച എന്ന് പറയുന്നത് 5.6 ആണ് എന്ന് കണക്കുകൾ പറയുന്നു. അതെന്തുകൊണ്ടാണെന്ന് അറിയുമോ? ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് കമ്മ്യൂണിറ്റിയുടെ അപകടകരമായ താഴോട്ടുപോക്ക്. ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് കമ്മ്യൂണിറ്റി, നിങ്ങൾക്ക് തൃക്കരിപ്പൂർക്കാരോട് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല. കാര്യമെന്ത്? നിങ്ങളിലെ ഒരു വലിയ സമൂഹം പ്രവാസ സമൂഹമാണ്. കേരളത്തിൽ ഞാൻ ഇത് പൊതുവെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ റീറ്റെയിൽ രംഗത്ത് സംഭവിക്കുന്ന അപകടത്തെക്കുറിച്ച് കേരളത്തിന് പുറത്തേക്ക് പോയി നോക്കിയാൽ ആ തകർച്ചയുടെ അടിസ്ഥാന ഘടകം ഇവിടുത്തെ മിഡിൽ ക്ലാസ് കമ്മ്യൂണിറ്റി തകരുന്നു എന്നും, പണക്കാർ പിന്നെയും പണക്കാരാവുകയും ദരിദ്രൻ പിന്നെയും ദരിദ്രനായി തുടരുകയും മിഡിൽ ക്ലാസ് കമ്മ്യൂണിറ്റി താഴേക്ക് വരികയും ചെയ്യുന്നു എന്നാണ് ഇന്ത്യയുടെ സാമ്പത്തിക കണക്ക് സ്ഥിതിയെക്കുറിച്ച് വിദഗ്ധന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റീറ്റെയിൽ കമ്പനി, ഇപ്പോൾ കാർ കമ്പനി, നിങ്ങൾ വെറുതെ ചുമ്മാ ഒന്ന് പരിശോധിച്ച് നോക്ക്. നിങ്ങൾ ഇവിടെ ഒരു മാരുതി കാർ എടുക്കാൻ ശ്രമിച്ചാൽ
ഒരു പുതിയ കാറ് വന്നാൽ, ഒരു ഇന്നോവ വന്നാൽ, ടയോട്ടയിൽ പോയാൽ അവർ പറയുന്നത് വെയിറ്റ് ചെയ്യണമെന്നാണ്, ഒരു 6 മാസം. എന്നാൽ നിങ്ങൾ ഒട്ടും മടിക്കണ്ട, ഈ സ്റ്റേറ്റിന്റെ പുറത്ത് പോയി നോക്ക്. മിനിമം കർണാടക, തമിഴ്നാട്, അങ്ങോട്ട് പോയാൽ നിങ്ങൾക്ക് പണം കൊണ്ടുപോയി നേരിട്ട് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് വണ്ടി എടുക്കാം. ഇന്ത്യയിലെ കാർ മാർക്കറ്റ് തകരുന്നു എന്ന് പറയുന്നത് നിങ്ങളും ഞാനും അല്ല, മാരുതിയുടെ ചെയർമാനാണ്. ഇന്ത്യയിൽ പിടിച്ചു നിൽക്കാൻ കാർ കമ്പനികൾക്ക് പ്രയാസമാണ്. കേരളത്തിന് അതറിയാത്തത് നിങ്ങളൊരു പ്രവാസി സമൂഹമായതുകൊണ്ടാണ്. ഇന്ത്യയിൽ സാധാരണക്കാരൻ്റെ സാമ്പത്തികമായ അവസ്ഥ ദൈനംദിനം തകർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഡോളറിന് 85 രൂപയായിരിക്കുന്നു. അപ്പം നിങ്ങൾക്കൊക്കെ സന്തോഷമാണ്. കാരണം നിങ്ങൾ റിയാൽ ഇങ്ങോട്ട് അയച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ പൈസ കിട്ടുന്നുണ്ട്. പ്രവാസികളായ നിങ്ങൾക്കത് സന്തോഷം ഉണ്ടാവും. പക്ഷേ ആത്യന്തികമായി അത് ഈ രാജ്യത്തിൻ്റെ ഗുണമല്ല. താൽക്കാലികമായി തൃക്കരിപ്പൂരിലെ ഒരു പ്രവാസിക്ക് അത് സന്തോഷമുണ്ടാകും, താൽക്കാലികം. ആത്യന്തികമായി രൂപയുടെ മൂല്യം ഇടിയുന്നത് രാജ്യത്തിൻ്റെ തകർച്ചയെ സൂചിപ്പിക്കുന്നതാണ്. 85 രൂപ. നമ്മുടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് വിടുവായത്തം പറഞ്ഞത് ഞങ്ങൾ 40 കൊണ്ടുവരുമെന്നാണ്. അതൊരു വലിയ വിടലായിപ്പോയി. 40 വേണ്ട, 60 വേണ്ട, 70 ഇന്ത്യയിലെ ഡോളറിന്റെ വില നിർത്താൻ നിങ്ങൾക്ക് സാധിക്കുമോ? അതിന് കഴിയുന്ന ഒരു സാമ്പത്തിക അവസ്ഥ ഇന്ത്യക്കുണ്ട് എന്ന് പറയാൻ കഴിയുമോ? ചരിത്രത്തിലാദ്യമായി, ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഡോളർ 85 രൂപയായിരിക്കുന്നു. ലോകത്തിലെ പല രാജ്യങ്ങളിലും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, പെട്രോൾ തന്നെ ഒഴിവാക്കാൻ ഒരുപാട് രാജ്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇന്ത്യയിലെ പെട്രോളിന്റെ വില കുറഞ്ഞത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തോ? ഏതെങ്കിലും തരത്തിൽ? എല്ലാ അർത്ഥത്തിലും ഒരു നാട് തകർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് ജാഗ്രത വേണമോ ഇല്ലയോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇന്ത്യയുടെ പാർലമെന്റിൽ ഇന്നലത്തെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. എത്രമേൽ മാരകമായി ജനാധിപത്യത്തെ അട്ടിമറിക്കപ്പെടുന്നു എന്ന്, ക്രൂശിക്കുന്നു എന്ന്. രാഹുൽ ഗാന്ധിയെ നേരിട്ട് ആക്രമിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യയുടെ പാർലമെന്റിന്റെ കവാടങ്ങൾ മാറുന്നു എന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, കഴിഞ്ഞ ആഴ്ചയിൽ ലോകത്തിലെ മാന്യതയുള്ളവന്റെ മനസ്സിനകത്ത് വിഷമമുണ്ടാക്കുന്ന ഒരു വാർത്ത വന്നു. എന്തായിരുന്നു അത്? ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് വെച്ചാണ് ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ US ഇടപെട്ടു എന്ന ഒരു ആരോപണം ഉണ്ടാക്കുന്നത്. അമേരിക്ക ഇടപെട്ടു. ആരെ തോൽപ്പിക്കാൻ? നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ. നിങ്ങൾ മനസ്സിലാക്കണം, അതിന് ഉപോത്ബലകമായി അവർ പറഞ്ഞ കാരണം ജോർജ് സോറോസ് ഫൗണ്ടേഷന് ഫണ്ട് ചെയ്യുന്ന ആളുകൾ സോണിയ ഗാന്ധിക്ക് ഫണ്ട് കൊടുത്തു എന്നാണ്. ഇതൊരു ചെറിയ ആരോപണമല്ല. കാശ്മീർ ഒരു സ്വതന്ത്ര രാഷ്ട്രമാകണമെന്ന് അഭിപ്രായപ്പെടുന്ന ഈ അതോറിറ്റി, ഈ വിഭാഗം സോണിയാഗാന്ധിയെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ ഒഫൻസ് അല്ല, അതിഭീകരമായ ഒഫൻസാണ്. എന്നിട്ട് അതിന് ഉപോത്ബലകമായി അവർ പറഞ്ഞത് ഫ്രഞ്ച് പ്രസിദ്ധീകരണമായ മീഡിയ പാർട്ടിൽ ഒരു ലേഖനം വന്നു എന്നാണ്. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം, ഇത് പറയുന്നത് ഈ തൃക്കരിപ്പൂരിലെ ഒരു വേദിയിലെ പ്രസംഗമല്ല. രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ഒതന്റിക്കായിട്ട് പറയുന്നു. ആരോട്? സോണിയാഗാന്ധിയെ പോലെ ഒരു വലിയ മഹതിയായ ഒരാളോട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം കൈവെള്ളയിൽ കൊടുത്തിട്ടും എനിക്കത് വേണ്ടെന്ന് പറഞ്ഞ ആ മാന്യയോട് നിങ്ങൾ മനസ്സിലാക്കണം, അവർക്കെതിരെ ഏറ്റവും ഭീകരമായ ഒഫൻസ്. എന്നാൽ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഫ്രഞ്ച് പ്രസിദ്ധീകരണമായ മീഡിയ പാർട്ടിന്റെ ഡയറക്ടർ കാരിൻ ഫ്യൂട്ടോ ലോകത്തോട് പറഞ്ഞു, ഞങ്ങളുടെ പത്രത്തിൽ അങ്ങനെ ഒരു ലേഖനം വന്നിട്ടില്ല. ഇതിന്റെ ഇമ്പാക്ട് നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ഒരു ഫ്രഞ്ച് പത്രത്തിനകത്ത് ഇങ്ങനെ ഒരു വാർത്ത വന്നു എന്ന് കളവ് പറയുക. ആർക്കെതിരെ? ഇന്ത്യയിലെ പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കണമെന്ന് രാജ്യം ആവശ്യപ്പെട്ട ഒരു മഹതിയായ രാഷ്ട്രീയക്കാർക്കെതിരെ. തീരുന്നില്ല, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ അമ്മക്കെതിരെ. എത്രമേൽ അപകടകരമായ ഒരു ആരോപണമാണ് ഉന്നയിച്ചത്. ആ ആരോപണം നിങ്ങൾ മനസ്സിലാക്കണം. ആ ആരോപണം ഉന്നയിച്ചത്, അതിനവർ കോട്ട് ചെയ്ത പത്രത്തിന്റെ എഡിറ്റർ, അതിന്റെ സ്ഥാപകൻ, അതിന്റെ ഓണർ വന്നിട്ട് പറയാൻ അത് നുണയാണ്, ഞങ്ങളുടെ പത്രത്തിൽ അങ്ങനെ ഒരു വാർത്ത വന്നിട്ടില്ല.
എത്രമേൽ ഒരു രാജ്യം അപമാനകരമായി നിൽക്കുന്നു എന്നതിൻ്റെ ഇതിനേക്കാൾ വലിയ ഉദാഹരണം എന്താണ് വേണ്ടത്? നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. എന്തിനു വേണ്ടിയാണ് രാജ്യം ഭരിക്കുന്ന ഒരു ശക്തി, അല്ലെങ്കിൽ ഒരു തരത്തിൽ ഈ രാജ്യത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു സംഘടന, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം ഇത്രമേൽ കളവ് പറയുക, എന്നിട്ട് ലോകത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും മനുഷ്യരുടെയും മുമ്പിൽ അപമാനിക്കപ്പെടുന്ന തരത്തിലേക്ക് വരിക എന്നതാണ്? ഞാൻ ഒറ്റ കാര്യം ഇവിടുത്തെ എല്ലാ സുഹൃത്തുക്കളോടും ചോദിക്കട്ടെ. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെന്നല്ല, വർത്തമാന ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഫാഷിസ്റ്റുകൾ എടുക്കുന്ന നിലപാടുണ്ട്. ആ നിലപാടുകൾക്കെതിരെ നമ്മൾ എടുക്കേണ്ട സമീപനം എന്താണ്? ഇനി കേരളത്തിലെ ഗവൺമെന്റ് എത്രമാത്രം ഫാഷിസവുമായി ഒട്ടി നിൽക്കുന്നു എന്നത് ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുന്നവർ നമ്മളാണ്. മുസ്ലിം ലീഗിനെതിരെ ഒരു ആരോപണമുണ്ട്. ലീഗ് എന്തിനാണ് ഈ കോൺഗ്രസിനെ ഇങ്ങനെ താങ്ങുന്നത് എന്നൊരു ചോദ്യമുണ്ട്. സ്വാഭാവികമായി ചോദിക്കാവുന്നതാണ്. കാരണം കോൺഗ്രസിനെ ന്യായീകരിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ വേദികളിൽ പ്രസംഗിക്കാറുണ്ട്. കോൺഗ്രസിന് വേണ്ടി മുസ്ലിം ലീഗ് വോട്ട് ചോദിക്കാറുണ്ട്. കോൺഗ്രസിന്റെ മഹാഭൂരിപക്ഷം വരുന്നവരെ ജയിപ്പിക്കാൻ പണിയെടുക്കാറുണ്ട്. ഞാൻ ഒരൊറ്റ കാര്യം നിങ്ങളോട് പറയട്ടെ, എന്തിനാണതെന്ന് അറിയുമോ? നാളെ ഇന്ന് പറയുന്നതിൻ്റെ 1000 ഇരട്ടിയിൽ കോൺഗ്രസിനെ വിമർശിക്കാനുള്ള ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് കോൺഗ്രസിന് വേണ്ടി ഞങ്ങൾ വാദിക്കുന്നത്. എന്തെല്ലാം കുറ്റങ്ങൾ ഞങ്ങളും കോൺഗ്രസും തമ്മിൽ ആയിരക്കണക്കിന് വിയോജിപ്പുകളുണ്ട്, ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് കൊടി വേറെ, പരിപാടി വേറെ, പാർട്ടി വേറെ, നിലപാട് വേറെ, ഐഡിയോളജി വേറെ, അങ്ങനെ തന്നെ ഞങ്ങൾ നിൽക്കുന്നത്. എന്നാൽ ഞങ്ങൾ വിയോജിക്കുന്ന സക്രിയമായ ഒരു ജനാധിപത്യ പ്രതലത്തിൽ ഞങ്ങൾ യോജിക്കുന്ന ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം ഈ രാജ്യത്തെ നിലനിർത്താൻ, നേരത്തെ ഇവിടെ അധ്യക്ഷൻ പറഞ്ഞ പോലെ, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം, ഈ രാജ്യത്തിന്റെ ജനാധിപത്യം, ഈ രാജ്യത്തിന്റെ സെക്യുലാരിസം, ഇതെല്ലാം നിലനിൽക്കുന്ന ഒരു രാജ്യം ഇവിടെ ഉണ്ടാവണം. ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം ഒരുപക്ഷെ ഫാഷിസ്റ്റുകൾക്ക് പറഞ്ഞാൽ, കമ്മ്യൂണിസ്റ്റുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഇന്ത്യ മുന്നണിക്കകത്ത് ഉറച്ചു നിൽക്കുന്നത്? താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരുണ്ട്, അവരെ പോലെയല്ല. ലീഗ് ഉറച്ചു നിൽക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഈ രാജ്യം സക്രിയമായ ജനാധിപത്യ ബോധത്തോടെ നിൽക്കണം എന്ന ചിന്തയുടെ ഫലമായിട്ടാണ്. മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള സമയമുണ്ട്.
ഇന്ത്യയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചോ നിങ്ങൾക്ക് കാണാം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ലീഗ് എന്ന് പറയുന്ന ഒരു ചെറിയ പാർട്ടിയെ ചത്ത കുതിര എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. മധുരമായി CH മറുപടി പറയുന്നുണ്ട്, അല്ല പണ്ഡിറ്റ്ജി, അതുറങ്ങിക്കിടക്കുന്ന സിംഹമാണെന്ന്. വലിയ തർക്കങ്ങൾ. ഈ തർക്കം നടക്കുമ്പോൾ ഇന്ത്യയുടെ പാർലമെന്റിൽ പ്രത്യേക വിവാഹ നിയമ ബില്ല് വരികയാണ്. എല്ലാവരും യെസ് 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 എന്നിങ്ങനെ പറഞ്ഞ് ഒരു അപശബ്ദമില്ലാതെ ബില്ലിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ, സ്ഥൂലഗാത്രനായ ഒരു മനുഷ്യൻ നോ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുകയാണ്. പാർലമെന്റിലെ എല്ലാ കണ്ണുകളും പതിയുന്നത് മുസ്ലിം ലീഗിന്റെ നേതാവ് പോക്കർ സാഹിബിന്റെ മുഖത്തേക്കാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു നിലപാടുണ്ട് അവിടെ. നെഹ്റുവിന് ലീഗിനോട് അഭിപ്രായ വ്യത്യാസമുണ്ട്, പക്ഷേ അത് ജനാധിപത്യപരമാണ്. നെഹ്റു പറയുന്ന ഒരു കാര്യം എന്താണ്? പോക്കറിന്റെ ശബ്ദം ഒറ്റപ്പെട്ടതല്ല, ഇത് ജനാധിപത്യമാണ്. എൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാ, നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. നിങ്ങൾ എത്രമാത്രമാണ് ഇവിടുത്തെ ഫാഷിസ്റ്റുകളുടെ കൂടെ ചേർന്ന് ഈ രാഹുലിനെയൊക്കെ പരിഹസിക്കുന്നത്? ഒരു മര്യാദ വേണ്ടേ പറയുമ്പോൾ? അതും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. നിങ്ങൾക്ക് ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രതലത്തിൽ വലിയ കോൺട്രിബ്യൂഷൻ ആവില്ല എന്നതിൻ്റെ തെളിവ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കേരളത്തിൽ കഴിഞ്ഞപ്പോൾ മറ്റു സ്റ്റേറ്റുകളിലേക്കൊന്നും പോകാതെ ടൂറിന് പോയ മുഖ്യമന്ത്രിയെ കണ്ടാൽ അറിയാം നിങ്ങളുടെ റോൾ എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെന്ന്. ഞങ്ങൾക്കറിയാം. ഞാൻ ഒരിക്കൽ കാസർഗോഡ് കഴിഞ്ഞതിന് മുമ്പുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രസംഗിക്കുമ്പോൾ പലയിടത്തും ഞാൻ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞിങ്ങനെ വൈകാരികമായി വരുന്ന ഒരു സമയത്ത് ഞാൻ പറഞ്ഞു, രാഹുൽ ഗാന്ധി ഒരു പ്രതീക്ഷയാണ്. എൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാ, നിങ്ങൾ ഈ വണ്ടിയിൽ കയറ്. ജനാധിപത്യത്തിൽ വരുന്ന അവസാനത്തെ വണ്ടിയാണ്. ഫാഷിസമാണ് നമ്മെ തകർക്കാൻ നിൽക്കുന്നത്, വേറെ വഴിയില്ല. ഇത് ലാസ്റ്റ് ബസ്സാണ്. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. രാഹുൽ ഗാന്ധി തോറ്റു, കോൺഗ്രസ് തോറ്റു. രാഹുലിന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിൻ്റെ കസേര നഷ്ടമായി. അദ്ദേഹം അവിടെ തോൽക്കുകയും ഇവിടെ ജയിക്കുകയും ഒക്കെ ചെയ്തു. പിന്നെ സഖാക്കള് ട്രോളാൻ തുടങ്ങി. എന്നെക്കുറിച്ച് ഇഞ്ചി എന്നൊക്കെ പറയണ പോലെ. പിന്നെ അവരുടെ വർത്താനം എങ്ങനെയായിരുന്നു? ലാസ്റ്റ് ബസ് വന്നോ? ലാസ്റ്റ് ബസ്സിന് ശേഷം വേറെ ബസ് ഉണ്ടോ? എൻ്റെ സഖാക്കളെ, ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളിതൊക്കെ കളിയാക്കിക്കോ, പക്ഷേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആ ലാസ്റ്റ് ബസ്സിൽ നിങ്ങൾ കയറിയതുകൊണ്ടാണ് നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ നിങ്ങളുടെ വോട്ടർ പട്ടികയിൽ അല്ലെങ്കിൽ ബാലറ്റ് പേപ്പറിൽ ആ അരിവാള്, ചുറ്റിക തുടങ്ങിയ സാധനം നിൽക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളത് കാണാൻ വല്ല ആക്രിക്കടയിലും പോയിട്ട് തപ്പേണ്ടി വരുമായിരുന്നു. അതാണ് സ്ഥിതി. അത് കയ്യിൽ കിട്ടിയത് പോലും അതുകൊണ്ടാണ്. നിങ്ങൾ ഇത്രയൊക്കെ വിമർശിച്ചിട്ടും നിങ്ങളെ അംഗീകരിക്കാൻ കാണിക്കുന്ന ഒരു ജനാധിപത്യത്തിൻ്റെ ഇന്ത്യ മുന്നണിയുടെ ഒരു മനസ്സുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്താണ് അത് മനസ്സിലാവാത്തത് എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ഇപ്പം മിനിഞ്ഞാന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ കേട്ടിട്ടുള്ളല്ലോ സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഒരു വിധി. എന്താ വിധി? പുതിയ ഇന്ത്യൻ സാഹചര്യത്തിൽ സമ്പലിന്റെ പശ്ചാത്തലത്തിൽ 5 പേരാണ് കൊല്ലപ്പെട്ടത്. സമ്പലിൽ അവിടെ കൊല്ലപ്പെട്ടപ്പോൾ അതിന്റെ പശ്ചാത്തലത്തിൽ മുസ്ലിം ലീഗ് അടക്കമുള്ളവർ കോടതിയെ സമീപിച്ചു. ഈ ലോക്കൽ കോടതികൾ ഇങ്ങനെ ഈ സർവേക്ക് ഉത്തരവ് കൊടുക്കാൻ പാടില്ല എന്ന് 991 ആക്ട് അനുസരിച്ച് പാടില്ല എന്ന് സുപ്രീം കോടതിയെ സമീപിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, സുപ്രീം കോടതിയിൽ തന്നെ ചന്ദ്രചൂഡ് ആയിക്കോട്ടെ എന്ന് വിധി പറഞ്ഞിടത്ത് സുപ്രീം കോടതിയുടെ ഒരു ബെഞ്ച് ഇരിക്കുന്നു, അതിനകത്ത് ചീഫ് ജസ്റ്റിസ് ഇരിക്കുന്നു. എന്നിട്ട് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? ഇനി ലോക്കൽ കോടതികൾ ഇങ്ങനെ സർവേക്ക് ഓർഡർ കൊടുക്കാൻ പാടില്ല. ഇതൊരു ചെറിയ പ്രശ്നമല്ല. അതിനവർ ഉപോത്ബലകമായി പറഞ്ഞ കാര്യം നിങ്ങൾ കേൾക്കേണ്ടത് 991 കട്ട് ഓഫ് ഡേറ്റ് ആണ്. അതിലെ സുപ്രധാനമായ കാര്യം എന്താണ്? നിങ്ങൾ ആ വാർത്ത വായിച്ചല്ലോ, നിങ്ങൾ എല്ലാവരും അറിഞ്ഞല്ലോ. പക്ഷേ ആ വാർത്ത വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ ഒരാളുടെ മുഖം തെളിഞ്ഞു വരണം. അത് ഗുലാം ഹബൂബ് മനാത്തുബാല സാഹിബിൻ്റെതാണ്. അല്ലാഹുവേ, ആ മനുഷ്യൻ്റെ പരലോക ജീവിതം നീ സുഖപ്രദമാക്കി കൊടുക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ മനുഷ്യൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കൊടി പിടിച്ച് പാർലമെന്റിനകത്തേക്ക് പോയ ആ മനുഷ്യന് ആ വിധിയിൽ ചെറുതല്ലാത്ത പങ്കുണ്ട്. ലീഗ് ഒരു ചെറിയ പാർട്ടിയാണ്. മഹാ
അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയുന്ന ഇന്ത്യ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാമേരുവല്ല കൊച്ചു പാർട്ടി. അഹങ്കാരലേശമന്നെ ഞാൻ പറയട്ടെ, വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. ഈ ചെറിയ ചെറിയ സംഘങ്ങൾ കാണിച്ചിട്ടുള്ള മഹാ അത്ഭുതങ്ങളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ലീഗ് എന്ന് പറയുന്ന ഒരു കൊച്ചു സംഘടന, അവർ ചെയ്തു വച്ച ചില ഇടപെടലുകളുണ്ട് ചരിത്രപരമായി. ചെറുപ്പക്കാർ അറിയണം, 987 ഇന്ത്യയുടെ പാർലമെന്റിൽ ഗുലാം മെഹബൂദ് ബനാത്ത് ബല്ല സാഹിബ് ഒരു സ്വകാര്യ ബില്ല് കൊണ്ടുവന്നു. 2 MP-മാരുള്ള മുസ്ലിം ലീഗ് എന്തു ചെയ്യാൻ പാർലമെന്റിൽ ബില്ല് സ്വാഭാവികമായും പരാജയപ്പെട്ടു. ഒരു അതിശയവും ഉണ്ടാക്കിയില്ല. ചില കാരണങ്ങളുടെ, രാഷ്ട്രീയ കാരണങ്ങളുടെ പേരിൽ ഞാൻ ചുരുക്കി പറയുകയാണ്, 990-ൽ മുസ്ലിം ലീഗ് കോൺഗ്രസുമായി പിരിഞ്ഞു, രാഷ്ട്രീയമായി വേറിട്ടു നിന്നു. ഒറ്റക്ക് നിൽക്കാൻ മുസ്ലിം ലീഗ് തീരുമാനിക്കുകയാണ്. എന്നാൽ അതിനിർണായകമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ വരുന്ന ഇന്ത്യ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പറഞ്ഞു, ലീഗ് മാറി നിൽക്കരുത്, ഫാഷിസം വരികയാണ്. മുസ്ലിം ലീഗ് പോലെ ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി നിശബ്ദമായി ഇരുന്നുകൂടാ, നമുക്ക് ഒരുമിച്ച് നിൽക്കാം. മുസ്ലിം ലീഗ് കാര്യത്തിന്റെ ഗൗരവങ്ങൾ തിരിച്ചറിഞ്ഞ് കോൺഗ്രസിന്റെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചു. ലീഗ് പറഞ്ഞു, ഞങ്ങൾക്ക് 5 സീറ്റ് വേണമെന്നാണോ? ഞങ്ങൾക്ക് പാർലമെന്റിലേക്ക് 10 പേരെ പറഞ്ഞു വിടണമെന്നാണോ? ഒരു സീറ്റ് പോലും ചോദിച്ചില്ല. പക്ഷേ മുസ്ലിം ലീഗ് ഒരു കാര്യം പറഞ്ഞു. 987 ഗുലാം മെഹബൂദ് ബനാത്ത് ബല്ല സാഹിബ് ഇന്ത്യയുടെ പാർലമെന്റിൽ കൊണ്ടുവന്ന സ്വകാര്യ ബില്ല് അതേതാണ്? 947 ഇന്ത്യയിൽ ആരുടെ കയ്യിലാണോ പള്ളിയുള്ളത്, ആരുടെ കയ്യിലാണോ ക്ഷേത്രമുള്ളത്, ആരുടെ കയ്യിലാണോ സിനഗോഗുകളുള്ളത്, ആരുടെ കയ്യിലാണോ ചർച്ചുള്ളത്, അത് അവരുടെ കയ്യിൽ തന്നെ നിൽക്കണം. അങ്ങനെ ഒരു ബില്ല് കൊണ്ടുവരണം. കോൺഗ്രസ് മുസ്ലിം ലീഗിന്റെ മുമ്പിൽ ഒരു സജഷൻ വെച്ചു, കൊണ്ടുവരാം. പക്ഷേ ബാബരി മസ്ജിദ് കിടക്കുന്നത് വലിയ തർക്ക വിഷയമായിട്ടാണ്. അത് ദയവ് ചെയ്ത് നിങ്ങൾ സുപ്രീം കോടതിയുടെ വിധിക്കനുസരിച്ച് മാറ്റിവെക്കണം. ബാക്കി എല്ലാ പള്ളികളും നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാ ക്ഷേത്രങ്ങളും, എല്ലാ ചർച്ചുകളും, എല്ലാ ആരാധനാലയങ്ങളും 947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ആരുടെ കയ്യിലാണോ ഉള്ളത് അവിടെ കിടക്കണമെന്ന് തീരുമാനിക്കണം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് തെരഞ്ഞെടുപ്പ് വാഹനത്തിൽ ഒരു അനൗൺസറായി, കിട്ടുന്ന സമയങ്ങളിൽ പ്രസംഗകനായി, ഒരു MSF-കാരനായി ഇങ്ങനെ പാഞ്ഞു നടക്കുന്ന സമയത്ത് ഓടിച്ചാടി രാജീവ് ഗാന്ധിക്ക് വേണ്ടി പ്രസംഗിക്കുകയാണ്. പെട്ടെന്ന് നമ്മളെല്ലാവരും സ്തബ്ധരായി, ദുഃഖമൂകരായി, ശോകമൂകരായി നമ്മൾ മാറി. ഇന്ത്യ തന്നെ, ആ മനുഷ്യൻ ഒരുപാട് കഷ്ണങ്ങളായി ഇന്ത്യയുടെ തെരുവിൽ ചിതറിത്തെരിച്ച് മരിച്ചുപോയി. രാജീവ് ഗാന്ധിയുടെ മരണം, അതിന്റെ വേപതു, അതിന്റെ സങ്കടത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന ഇന്ത്യയുടെ മുമ്പിലേക്ക് വീണ്ടും ആ തിരഞ്ഞെടുപ്പ് വരികയാണ്. നമ്മൾ വീണ്ടും തെരഞ്ഞെടുപ്പിൽ സജീവമായി. 991 മുസ്ലിം ലീഗിനോട് കോൺഗ്രസ് പറഞ്ഞ വാക്ക്, രാജീവ് ഗാന്ധി മരിച്ചു പോയിട്ടും കോൺഗ്രസ് അത് പാലിച്ചു. 91 കൊണ്ടുവന്ന ബില്ല് ഇത് ചെറിയ കാര്യമല്ല. നിങ്ങൾ ഒരുപക്ഷെ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും സമ്മോഹനമായ ചരിത്രമായി നിങ്ങളത് മനസ്സിലാക്കേണ്ടതാണ്. ഏറ്റവും സമ്മോഹനമായ ചരിത്രമായി മുസ്ലിം ലീഗിന്റെ ഇടപെടലുകൾ. എന്തിനാണ് മുസ്ലിം ലീഗ് ഒരു ജനാധിപത്യ ചേരിക്കകത്ത് നിൽക്കുന്നത് എന്നതിന്റെ രാഷ്ട്രീയം നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സമൂഹത്തിൽ സംവദിച്ചുകൊണ്ട്, ഇടപെട്ടുകൊണ്ട്. ഞാൻ ഓരോ ലീഗ് പ്രവർത്തകരോടും പറയട്ടെ, അത് നിങ്ങൾ ഓരോ പൊതുയോഗങ്ങളിലും, ഓരോ പൊതുപ്രവർത്തനങ്ങളിലും, നിങ്ങളുടെ അങ്ങാടികളിലേക്ക് ഇറങ്ങുമ്പോൾ, രാവിലെ മുതലുള്ള നിങ്ങളുടെ സംസാരങ്ങളിൽ പോലും അത് സൂക്ഷിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അത്രമേൽ നമുക്കിടയിലേക്ക് വിഷവിത്തുകളെ ഇറക്കുന്ന വർഗീയവാദികൾ ഇന്ത്യയുടെ, കേരളത്തിന്റെ തെരുവുകളിലുണ്ട്. ഇത് ചെറിയ പ്രശ്നമല്ല. ഇവിടുത്തെ മനുഷ്യരെ തമ്മിൽ തെറ്റിക്കാൻ, മുസ്ലിങ്ങളെയും ന്യൂനപക്ഷങ്ങളെയും ഹിന്ദുക്കളെയും ഒക്കെ തെറ്റിക്കാൻ, മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിൽ തെറ്റിക്കാൻ, മുസ്ലിം ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ തെറ്റിക്കാൻ, ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ RSS ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കേരളം പോലെ ഒരു സ്റ്റേറ്റില്, മൈനോറിറ്റി മെജോറിറ്റി ആയ ഒരു സ്റ്റേറ്റില്, എല്ലാത്തരം മൈനോറിറ്റി വോട്ടുകൾക്ക് വേണ്ടി കളിച്ച കളികളും ഇനി നടക്കില്ല എന്ന് ബോധ്യം വരുമ്പോ ആസൂത്രിതമായി നടക്കുന്ന ഒരു ശ്രമം
മൈനോറിറ്റികൾക്കിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക എന്നതാണ്. ആസൂത്രിതമായ ഒരു ശ്രമം കേരളത്തിൽ നടക്കുന്നു എന്നത് പറയാതെ വയ്യ. മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിലകറ്റാൻ, മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിലകറ്റാൻ, വർഗീയപരമായ ചേരിതിരിവുണ്ടാക്കാൻ. നിങ്ങൾ സോഷ്യൽ മീഡിയ തുറക്ക, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. നിങ്ങൾ വാട്സാപ്പിൽ വരുന്ന മെസ്സേജുകൾ നോക്ക്, കാണുന്നുണ്ടല്ലോ. ഞാൻ നിങ്ങളോട് പറയട്ടെ സ്നേഹപൂർവം, അത് ബഹുമാനപ്പെട്ട ഫിറോസ് ഇങ്ങോട്ട് വരുന്നുണ്ട്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതൊരിക്കലും അപകടകരമാകുന്ന, രാജ്യത്തിന് കുഴപ്പമുണ്ടാക്കുന്ന തരത്തിൽ ഒരിക്കലും അത്തരം പ്രശ്നങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കരുത്. ന്യൂനപക്ഷങ്ങളെ തമ്മിൽ അകറ്റാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ നിൽക്കേണ്ട ബാധ്യത നിങ്ങൾക്കെല്ലാവർക്കുമുണ്ട്. ഇപ്പോ ഒറ്റ കാര്യം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. RSSൽ നിന്ന് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയി. അതിനോടനുബന്ധമായി ഉണ്ടായ പ്രശ്നങ്ങൾ എന്താണ്? ഞാനത് വിശദീകരിക്കുന്നില്ല. പക്ഷെ ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ, സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയി, അത് മഹാ അപകടമാണെങ്കിൽ OK വാസു എന്ന RSSകാരൻ CPMലേക്ക് പോയതിനെ ചോദ്യം ചെയ്ത ഒരു കോൺഗ്രസ് നേതാവിനെ, ഒരു ലീഗ് നേതാവിനെ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ? ഇതിലെന്താ വ്യത്യാസമുള്ളത്? കഴിഞ്ഞ ആഴ്ചയിൽ ദാറുൽ ഹുദയുടെ ഒരു പരിപാടി നിലമ്പൂരിൽ സംസാരിക്കുമ്പോൾ സന്ദീപ് വാര്യർ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അയാൾ പറഞ്ഞു, ഞാൻ RSSൽ നിന്നാണ് പോരുന്നത്, BJPയിൽ നിന്നാണ് പോരുന്നത്. പിന്നെ ഞാൻ CPMൽ പോയിട്ട് എന്താ കാര്യമുള്ളത്? ഒരു ചേഞ്ച് വേണ്ടേ, ഒരു വ്യത്യാസം വേണ്ടേ? RSSലും പെട്ട്, RSSലും കുത്ത്, RSSലും ചവിട്ട്, RSSലും കൊല്ലൽ, അവിടെയും ചോരക്കളി. എന്നിട്ടോ അതിനേക്കാൾ വലിയ ചോരക്കളിയുള്ള CPMൽ പോയിട്ട് എന്താ കാര്യം? ഒരു ചേഞ്ച് ഫീൽ ചെയ്യേണ്ടതാണ്. അദ്ദേഹം എന്തുകൊണ്ട് കോൺഗ്രസിലേക്ക് പോയി എന്നതിൻ്റെ സ്വാതന്ത്ര്യവും വിശദീകരിക്കാനുള്ള മര്യാദയും അയാൾക്ക് വിട്ടുകൊടുക്കേണ്ട കമ്മ്യൂണിസ്റ്റുകാരാ. OK വാസുവിന് വിട്ടുകൊടുത്തതുപോലെ അയാളെ തീരുമാനിക്കണ്ടേ? നിങ്ങൾ എന്തിനാണ് ആ മനുഷ്യന്റെ മേക്കിട്ട് കയറുന്നത്? എന്തിനു വേണ്ടിയാണ്? എന്താ താല്പര്യം? എന്താ അതിലെ കാര്യം? ഇനി രണ്ടാമത്തെ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ സന്ദീപ് വാര്യർ പാണക്കാട് തങ്ങളെ, സാദിഖ് തങ്ങളെ കാണാൻ പോയി എന്നതാണ് നിങ്ങളെ ചൊടിപ്പിച്ച ഒരു പ്രശ്നം. അതിലൊരു ലോജിക്കില്ലേ? കാരണം സന്ദീപ് വാര്യർ ഇന്നുവരെ പറഞ്ഞത് മനുഷ്യർ തമ്മിലുള്ള വെറുപ്പുകളുടെ ഒരു ലോകത്ത് ജീവിച്ച ഒരാളാണ്. പരമതദ്വേഷത്തിന്റെ ഏറ്റവും മൂർത്തഭാവമായ RSSനകത്തായിരുന്നു. അതിലേറ്റവും കൂടുതൽ വെറുപ്പ് പ്രചരിപ്പിച്ചത് മുസ്ലിങ്ങൾക്കെതിരെയാണ്. സന്ദീപ് വാര്യരുടെ നാവ് കൊണ്ട്, എഴുത്തുകൊണ്ട് അദ്ദേഹം അതിൽ പങ്കാളിയായിരുന്നു. അതിൽ നിന്ന് മോചിതനാവുമ്പോൾ അദ്ദേഹം പോകേണ്ടത് എവിടേക്കാണ്? വെറുപ്പിന്റെ ലോകത്ത് നിന്ന് ഇറങ്ങി പുറപ്പെടുന്ന മനുഷ്യൻ രാഹുൽ പറഞ്ഞ പോലെ സ്നേഹത്തിൻ്റെ കടയിലേക്കല്ലേ പോണ്ടത്? സ്നേഹത്തിൻ്റെ കട തിരഞ്ഞു പോയാൽ ഒരു മനുഷ്യൻ കേരളത്തിൽ എത്തിപ്പെടുന്ന ആദ്യത്തെ ഇടം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വീടല്ലേ? അവിടെയല്ലേ? സ്വാഭാവികമല്ലേ അത്? അദ്ദേഹം പോയതിനെ നിങ്ങൾ വിമർശിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ആ പ്രശ്നത്തെ അതിൻ്റെ ഗൗരവത്തിൽ കാണാൻ ശ്രമിക്കാത്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ദീർഘമായിട്ട് പറയുന്നില്ല. ഒരൊറ്റ കാര്യം ഞാൻ കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിക്കട്ടെ. ഈ സമകാലികമായ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഞാനിത് ചോദിക്കാൻ കാര്യം, P. ജയരാജൻ കണ്ണൂരിൽ നിന്ന് ഇറക്കിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്നത് അത് മതഭീകരതക്കെതിരെയുള്ള പുസ്തകമാണ്. ആരാണ് പുസ്തകം ഇറക്കിയത്? P. ജയരാജൻ. അയാൾ ആരാണ്? കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ ഭീകരനാണ്. ഭീകരൻ മതത്തിലായാലും രാഷ്ട്രീയത്തിലായാലും തെരുവിലായാലും പഞ്ചായത്തിലായാലും പാർലമെന്റിലായാലും ഭീകരൻ തന്നെയാണ് P. ജയരാജ. നിങ്ങളുടെ കയ്യിൽ ഷുക്കൂറിന്റെ ചോരയുണ്ടെന്ന് പറയുന്നത് ഇന്ത്യയിലെ CBI ആണ്, ഞങ്ങളല്ല. ഇപ്പോഴും CBIയുടെ എറണാകുളത്തെ കോർട്ടിൽ കൊടുത്ത കേസിൽ നിങ്ങൾ പ്രതിയാണ്. കഴിഞ്ഞ മാസം നിങ്ങൾ പോയിട്ട് ആ കോടതിയിൽ ഹാജരായതാണ്. ആ നിങ്ങളാണ് മതത്തിലെ ഭീകരതയെക്കുറിച്ച് പറയുന്നത്. അതുമാത്രമല്ല, ആ ഭീകരത എവിടെയാണെന്നറിയോ നിങ്ങൾ? ആ ഭീകരത മുസ്ലിങ്ങൾക്കിടയിലാണ്. മുസ്ലിങ്ങൾ മാത്രം ഭീകരന്മാർ. പിണറായി വിജയൻ പറയുന്നത് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധം ഒന്ന് വിശദീകരിക്കണം എന്നാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് SDP ആയിട്ടുള്ള ബന്ധം വിശദീകരിക്കണം. ET മുഹമ്മദ് ബഷീർ സാഹിബ് PDPയുമായുള്ള ബന്ധം വിശദീകരിക്കണം. ഞാൻ ചോദിക്കട്ടെ എൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാ, നിങ്ങളിങ്ങനെ ചോദിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ മതേതരത്വത്തിൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിച്ചു തരാൻ നിങ്ങളുടെ വിചാരം നിങ്ങൾ ആരാണെന്നാണ്?
നിങ്ങൾ എന്താണെന്നാണ്. ഈ രാജ്യത്ത് മുസ്ലിങ്ങളോട് രാജ്യസ്നേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇവിടുത്തെ RSSകാരനും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾക്കും എന്ത് അധികാരമുള്ളത്? 990 വരെ ഇവിടുത്തെ CPMകാരന്റെ പാർട്ടി ഓഫീസിൽ ആഗസ്റ്റ് 15-ന് ത്രിവർണ്ണ പതാക ഉയർത്താൻ പെർമിഷൻ കൊടുത്തിട്ടില്ല CPM. 90 കഴിഞ്ഞപ്പോഴാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയത്. നിങ്ങൾ എങ്ങനെയാ ഞങ്ങളോട് പറയാ? ഇനി ഞങ്ങളോട് നിങ്ങൾ സംസാരിക്കാൻ മെനക്കെടുമ്പോ അവന്റെ മുഖം പിടിച്ച് മണ്ണിലേക്ക് അമർത്തിയാൽ, എടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാ, എടോ RSSകാരാ, നിന്റെ മൂക്കിനകത്ത് ഇരച്ചു കയറുന്ന ഒരു മണുണ്ടാവും. അത് ഈ രാജ്യത്തിന് വേണ്ടി പടപറ്റി ഭരിച്ച മാപ്പിളയുടെ ചോരയുടെ മണമായിരിക്കും. അതാണ് ഇന്ത്യയുടെ ചരിത്രം. അറിയോ നിനക്ക്? നിങ്ങൾ ഞങ്ങളോട് മതേതരത്വത്തെ കുറിച്ച് ചോദിക്കുക. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കാണിക്കാൻ നിങ്ങൾ ആരാണ് ഈ രാജ്യത്തിൻ്റെ? നിങ്ങൾ ഈ രാജ്യത്തിലെ കോൺട്രിബ്യൂഷൻ എന്താണ് രാജ്യത്തിന് വേണ്ടി? ഇനി ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ കുഴപ്പം, ഈ മത തീവ്രവാദം എന്ന് പറയുന്ന ഈ പ്രശ്നമുണ്ടല്ലോ, ഇതിവിടെ മുസ്ലിങ്ങൾക്കിടയിൽ മാത്രമേ ഉള്ളോ? ലീഗ് മാത്രം ഉത്തരവാദിത്തമുള്ളോ? മുസ്ലിങ്ങൾ മാത്രം നന്നായാൽ മതിയോ? നിങ്ങൾ കളിച്ച വൃത്തികെട്ട കളിയൊന്നും ഞാൻ പറയണില്ല. ഇതേ സഖാബ് പിണറായി വിജയൻ 1ാം സർക്കാർ വരുമ്പോ ഈ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി ഞങ്ങളെ സഹായിച്ചു എന്ന് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. RSSുമായി നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ഞാൻ വിശദീകരിക്കണില്ല. നിങ്ങൾ മുസ്ലിം സമുദായത്തിനകത്ത് നിന്ന് ജമാഅത്തെ ഇസ്ലാമി അബ്ദുൽ നാസർ മദനിയെ നിങ്ങൾ സ്വന്തം പാർട്ടിക്കകത്തുള്ള VS അച്യുതാനന്ദനെ വെട്ടിയിട്ട് കുറ്റിപ്പുറത്ത് സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുപോയത്. അബ്ദുൽ നാസർ മദനിയെ സ്വീകരിച്ചത് PDPയുമായി രാഷ്ട്രീയ സഖ്യമുണ്ടാക്കിയത്. നിങ്ങൾ SDPയുമായി അധികാരം പങ്കിടുന്ന പഞ്ചായത്തുകളുടെ കണക്ക് ഞങ്ങൾ പറയാം. ഇവരൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ട്. ഞങ്ങൾ അതൊന്നും വിശദീകരിക്കാൻ നിൽക്കുന്നില്ല, അതിലേക്ക് കടക്കുകയും ചെയ്യുന്നില്ല. പക്ഷെ ഒറ്റ ചോദ്യം എനിക്കുണ്ട്. നിങ്ങൾക്ക് കാസയെക്കുറിച്ച് എന്താ അഭിപ്രായം? ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ നേതാവ് കാസക്കെതിരെ നടത്തിയ ഒരു പ്രസംഗം കേട്ടിട്ടുണ്ടോ? കാസ എന്ന് പറയുന്ന ഇവിടുത്തെ ക്രിസ്ത്യൻ സമുദായത്തിനകത്തുള്ള ന്യൂനപക്ഷം, മൈക്രോ ന്യൂനപക്ഷം, മൈനോറിറ്റി, ചെറിയ വിഭാഗം. പക്ഷെ കാസ എന്ന് പറയുന്ന ഈ വിഷത്തിന്റെ സ്വാധീനത്തിനകത്ത് കേരളത്തിലെ ഒരുപാട് പേർ പെട്ടുപോയിട്ടുണ്ട്. ഒരുപാട് പേർ പാതിരിമാർ പെട്ടുപോയിട്ടുണ്ട്. കാസ എന്താ ചെയ്യുന്നത്? ഇവിടുത്തെ മുസ്ലിങ്ങളെ RSSന്റെ ചട്ടുകമായി ഇവിടുത്തെ ക്രിസ്ത്യാനികളിൽ നിന്നും അകറ്റാനുള്ള ഏറ്റവും വിഷം നിറഞ്ഞ പ്രചാരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. ആ കാസയാണ് മുനമ്പത്തെ വിഷയം വഷളാക്കാൻ ഇവിടുത്തെ ഒരു മുസ്ലിം സംഘടനയും മുനമ്പത്തെ പ്രശ്നം തീർക്കുന്നതിനെതിരല്ലാതെ നിൽക്കുമ്പോഴും, ഒരുമിച്ച് നിൽക്കുമ്പോഴും, അവിടുത്തെ വിക്ടിമുകളുടെ കൂടെ ചേർന്ന് നിൽക്കുമ്പോഴും ഈ കാസ എന്ന് പറയുന്ന വൃത്തികെട്ട RSSന്റെ കുട്ടികള് ക്രിസ്തീയ സമുദായത്തെയും മുസ്ലിങ്ങളെയും തമ്മിൽ തെറ്റിക്കാൻ നടക്കുന്നു. സഖാബ് പിണറായി വിജയ, നിങ്ങൾക്ക് ഈ സാദിഖലി തങ്ങളുടെ മതേതരത്വത്തിലുള്ള വിഷമം കാസയുടെ പ്രശ്നത്തിനില്ലേ? കാസയുടെ വലയിൽ പെട്ടുപോകരുതേ എന്ന് കേരളത്തിലെ ഏതെങ്കിലും ബിഷപ്പുമാരോട് പറഞ്ഞോ? വെറുതെ അവര് പെട്ടുപോയിട്ടല്ല, നിങ്ങൾ പറഞ്ഞോ? പറഞ്ഞില്ലല്ലോ. മുസ്ലിം ലീഗിനോട് പറയുന്നെങ്കിൽ മുസ്ലിം ലീഗ് മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട സാമുദായിക രാഷ്ട്രീയ പാർട്ടിയാണ്, ശരി. എങ്കിലോ കേരള കോൺഗ്രസോ ഇവിടുത്തെ ക്രിസ്തീയ സമുദായവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയല്ലേ? ആ കേരള കോൺഗ്രസിനോട് കാസയുടെ വലയത്തിൽ നിങ്ങൾ പെട്ടുപോകരുത് എന്ന് എന്തേ പിണറായി വിജയ പറയാത്തത്? എന്തേ പറയാത്തത്? അപ്പൊ പറയും നിങ്ങൾ എന്താണ് ജോസ് കെ മാണി ഇടതുപക്ഷത്താണ്. വേണ്ട, PJ ജോസഫ് UDFിലല്ലേ? നിങ്ങൾ PJ ജോസഫിനോട് പറയ് കാസയുടെ വലയത്തിൽ പെട്ടുപോകരുത് എന്ന്. എന്താണോ പറയാത്തത്? അപ്പൊ കാസ പ്രശ്നമല്ല. ക്രിസ്ത്യൻ സമുദായത്തിനകത്ത് നിന്ന് വരുന്ന ഒരു തീവ്രവാദത്തിന്റെ അപകടകരമായ ലാഞ്ചനകൾ സഖാബ് പിണറായി വിജയന് വിഷയമല്ല. എന്നാൽ ഹിന്ദു സമുദായം നമുക്കറിയാം, ഇവിടുത്തെ മുസ്ലിം സമുദായത്തെ പോലെ തന്നെ പരസ്പരം ഒരുമിച്ച് നിന്ന് ഈ രാജ്യത്തെ എങ്ങനെയാണോ മുസ്ലിം സമുദായം ഇവിടുത്തെ മതവർഗീയവാദികളിൽ നിന്ന് കുതറി നിന്ന് ഈ രാജ്യത്തിന്റെ മുഖ്യധാരയിൽ മുസ്ലിം സമൂഹം നിൽക്കുന്നതിന് അതിനും അപ്പുറത്ത് ഈ രാജ്യത്ത് നിൽക്കുന്ന ഒരു സമുദായമാണ് ഹിന്ദു സമുദായം. അവരാണ് ഇവിടുത്തെ RSSനെ തോൽപ്പിച്ചത്, അവരാണ് വർഗീയവാദികളെ തോൽപ്പിച്ചത്. ആ ഹിന്ദു സമുദായത്തിനകത്ത് ഏറ്റവും വലിയ വർഗീയവാദ വിഷവിത്തുകൾ വിതക്കുന്ന RSSന്റെ വലയിൽ പെട്ടുപോകുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആശങ്കയുണ്ടോ? ഇനി ഞാൻ ചോദിക്കട്ടെ, സഖാബ് പിണറായി വിജയ, കേരളത്തിലെ
നിരവധി രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് RSS നുഴഞ്ഞു കയറാൻ ശ്രമം നടത്തുന്നു എന്ന ആക്ഷേപമുണ്ടല്ലോ. ആ ആക്ഷേപമുള്ളപ്പോൾ അതാരെന്ന് പരിശോധിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ? ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ ഇതുപോലെ തിരുവനന്തപുരം CPM ജില്ലാ സെക്രട്ടറി ജോയ് തൊട്ടടുത്ത് കടകംപള്ളിയെ നിർത്തിയിട്ട്, ഇത് കടകംപള്ളി ആരാന്നറിയോ? മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയമാണ് എന്ന് പറഞ്ഞ അപകടകാരിയാണ്. ഇരുത്തിയിട്ട് ജോയ് പറയാ, ആ CPM ഏരിയ സെക്രട്ടറി ഉണ്ടല്ലോ, അവൻ പതുക്കെ പതുക്കെ RSSലേക്ക് പോകുന്നത് ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നു. ഇതെന്ത് പരിപാടിയാണ്? നിങ്ങളുടെ ഏരിയ സെക്രട്ടറി പതുക്കെ പതുക്കെ RSSലേക്ക് പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടായിരുന്നു, എന്നിട്ടും പറഞ്ഞില്ല, എന്നിട്ടും മിണ്ടിയില്ല എന്ന്. എൻ്റെ സഖാക്കളെ, നിങ്ങൾക്കറിയുമോ, പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്ന് ജയിച്ചു പോകുമ്പോൾ വയനാട്ടിലെ 170 ബൂത്തുകളിലെ രണ്ടാം കക്ഷി BJP ആണ്, RSS ആണ്. ഇന്ന് വരെ ആയിട്ടില്ല വയനാട്ടില്. കേരളത്തിൽ ഏറ്റവും നല്ല സൗഹൃദം നിൽക്കുന്ന, രാഷ്ട്രീയ സൗഹൃദം, മതസൗഹൃദം നിൽക്കുന്ന ഒരിടമാണ് വയനാട്. ആ വയനാട്ടിലെ രണ്ടാം കക്ഷിയായി 170 സീറ്റുകളിൽ വരുന്നത് RSS ആണ്. എന്താണ് പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാ നിങ്ങൾക്ക് ആശങ്കയില്ലാത്തത്, നിങ്ങൾക്ക് വിഷമമില്ലാത്തത്? നിങ്ങളുടെ കോഴിക്കോട് ജില്ലാ പാർട്ടി സെക്രട്ടറി മോഹനൻ, ആ മോഹനൻ പറയണം, മെനഞ്ഞാത്ത പ്രസംഗം ഒരുപാട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. മോഹനൻ പറയുന്ന ഒരു രസം കാര്യങ്ങൾ, ഒരു സ്ഥലത്ത് പോയി പ്രസംഗിക്കാൻ, ഈ രാജ്യത്തിലെ ഹിന്ദുക്കൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ജമാഅത്തെ ഇസ്ലാമിയെ ഞങ്ങൾ എന്തിനാ എതിർക്കുന്നത് എന്ന് പറയാണ്. ജമാഅത്തെ ഇസ്ലാമി ഒരു മതരാഷ്ട്രവാദ സംഘടനയാണ് എന്ന് വെച്ചാൽ ഇന്ത്യ രാജ്യത്ത് ജമാഅത്തെ ഇസ്ലാമിക്ക് എങ്ങാനും ഭരണം കിട്ടിയാൽ, എന്നിട്ട് പറയാണ്, നിങ്ങൾ സങ്കല്പിച്ച് നോക്ക്, എങ്ങാനും ഭരണം കിട്ടിയാൽ അവരാരെയാണ് ഉപദ്രവിക്കുക? സ്കൂളിലെ കുട്ടികളോട് ചോദിക്കണമാര് ചോദിക്കാൻ, ആരെയാണ് ഉപദ്രവിക്കുക? നമ്മൾ ഹിന്ദുക്കളെ. എന്തൊരു അപകടം പിടിച്ച വർത്താനാണ് ഇയാളൊരു സങ്കല്പ. ഈ ഇന്ത്യ ഭരിക്കാൻ പോണ ജമാഅത്തെ ഇസ്ലാമിക്ക് കേരളത്തിലെ മെമ്പർഷിപ്പ് എത്രയാണ്? ഞങ്ങൾ 3000. ജമാഅത്തെ ഇസ്ലാമി ഡിക്ലെയർ ചെയ്താണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗിക മെമ്പർഷിപ്പ് 3000 ആണ്. എൻ്റെ മോഹനാ, ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ സങ്കല്പിക്കുക, എങ്ങനെ ജമാഅത്തെ ഇസ്ലാമി എങ്ങാനും ഇന്ത്യ ഭരിച്ചാൽ അവരാരെയാണ് ആദ്യം ഉപദ്രവിക്കുക? ഇന്ത്യ രാജ്യത്തെ. എന്തു വിഷമാണോ നിങ്ങൾ ഈ തുപ്പിക്കൊണ്ടിരിക്കുന്നത്? എന്ത് അപകടമാണ് നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? ഇതിന്റെ ലാഭം എന്താണ്? അതെങ്കിലും നിങ്ങളൊന്ന് പറയേ. നിങ്ങൾക്ക് എന്താ ഇതിന്റെ ലാഭം? ഉളുപ്പ് എന്ന് പറഞ്ഞ ഒരു സാധനം കുറച്ചെങ്കിലും വേണ്ട കമ്മ്യൂണിസ്റ്റുകാരാ. ആ പാലക്കാട്ടെ ജനങ്ങൾ ആട്ടിവിട്ടു, നിങ്ങളെ വയനാട്ടിലെ ജനങ്ങൾ ആട്ടിവിട്ടു. നിങ്ങൾ കുറച്ച മണ്ഡലത്തിൽ നിങ്ങളുടെ വോട്ടുകൾ പകുതി കൊണ്ട് കുറഞ്ഞു. പാർലമെന്റ് സീറ്റിലെ 18 സീറ്റിലും നിങ്ങളെ ഭീകരമായി തോൽപ്പിച്ചു വിട്ടു. എന്നിട്ടും ഈ നാട്ടിലെ മനുഷ്യന്റെ മനസ്സിലേക്ക് വിഷം കയറ്റിയിട്ട് ജയിച്ചു വരാമെന്ന് വിചാരിക്കുന്ന നിങ്ങളുടെ ഇതൊരു, ഞാനും യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്ക്, സത്യം എന്താണ്? ഇപ്പൊ DGP അജിത്തിനെ, ADGP അജിത്തിനെ എന്താ കഴിഞ്ഞ ഒരു 1.5 മാസം കേരളത്തിലെ കോലാഹലം? അൻവർ ഉയർത്തിവിട്ട ഒരു രാഷ്ട്രീയ വിഷയം ആരാ ഏറ്റെടുക്കാത്തത്? അജിത്തിന്റെ പേരിൽ സ്വർണ്ണക്കടത്ത്, അജിത്തിന്റെ പേരിൽ എന്താണ് ഒരുപാട് അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ വീട് വെക്കൽ സൈറ്റ് ഇഷ്യൂസ്, കോഴിക്കോട് എയർപോർട്ടുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്തിൽ മാത്രമല്ല നിരവധി കേസുകൾ, ആരോപണങ്ങൾ അന്നത്തെ DGPയുടെ മുമ്പിൽ വരെ കൃത്യമായി വന്നു പെട്ടു. ഈ ആരോപണങ്ങൾ മുഴുവൻ നിൽക്കുന്ന സമയത്ത് അയാളെ DGP ആക്കാൻ ശ്രമിച്ചു. ഞാൻ ഇവിടുത്തെ സാധാ സഖാക്കളോട് ചോദിക്കട്ടെ, വെറുതെയെങ്കിലും നിങ്ങൾ വിചാരിക്കണില്ലേ, എന്തിനാണത്? അപ്പോഴും നിങ്ങൾക്ക് ക്യാപ്സ്യൂൾ വരും. എന്താ ക്യാപ്സ്യൂൾ എന്നറിയോ? അയാളെ DGP ആക്കുകയല്ലാതെ ഗവൺമെന്റിന് വേറെ വഴിയില്ല. ഗവൺമെന്റിന് വേറെ വഴിയില്ലെങ്കിൽ എന്തിനാണ് അജിത്തിനെ DGP ആക്കണമെന്ന ശുപാർശ ക്യാബിനറ്റിന്റെ മുമ്പിൽ എത്തുന്നത്? ക്യാബിനറ്റിന് ഒരു സേ ഇല്ലാത്ത വിഷയം, ക്യാബിനറ്റിന് ഒരു അഭിപ്രായമില്ലാത്ത വിഷയം എങ്ങനെയാണ് സഖാബെ ക്യാബിനറ്റിന്റെ മുമ്പിൽ എത്തുക? പരമാധികാരം അയാളെ DGP ആക്കാൻ ഉണ്ടെങ്കിൽ പിന്നെ സർക്കാരിന്റെ അംഗീകാരം എന്തിനാണ്?
സർക്കാർ അംഗീകാരം കൊടുക്കേണ്ട വിഷയമാണിത് എന്നല്ലേ അതിനർത്ഥം? കേരളത്തിൽ എത്ര തെളിവുകളുണ്ട്? അപ്പൊ പറയും ഇയാൾ കേസിന് പോയാലോ? കേസിന് പോകട്ടെടോ. സഖാക്കൾ ആലോചിക്ക്, കേസിന് പോകട്ടെ. കേസിന് പോയിട്ട് സർക്കാർ തോറ്റു എന്ന് വിചാരിക്കുക. അപ്പൊ സർക്കാരിന് ജനങ്ങളോട് പറഞ്ഞൂടെ, ഞങ്ങൾ കേസിന് പോയി, ഞങ്ങള് അയാളെ വേണ്ടെന്ന് പറഞ്ഞു. കോടതിയാ പറഞ്ഞത്. അയാൾക്ക് മുമ്പിൽ, നിങ്ങൾ കോടതിയുടെ മുമ്പിൽ കാണിക്കാൻ എന്തെല്ലാം തെളിവുകളുണ്ട്? അയാളുടെ പേരിൽ സ്വർണ്ണക്കടത്തുണ്ട്, അയാളുടെ പേരിൽ പലതരത്തിലുള്ള ഭീകര ആരോപണങ്ങളുണ്ട്, അയാളുടെ പേരിൽ അയാൾ സമ്പാദിച്ചു കൂട്ടിയ അനധികൃത സ്വത്തിന്റെ ആരോപണങ്ങളുണ്ട്, എന്തെല്ലാം ഉണ്ട്. ഈ ആരോപണങ്ങൾ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ സഖാബ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഇരട്ട വിശുദ്ധിയുള്ള ഇരട്ട ചങ്കനായ ഞങ്ങളുടെ നേതാവ് ഇതാ അയാളെ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് ഈ തൃക്കരിപ്പൂരിലെ സഖാബിന് നെഞ്ചത്തു കൈവച്ച് അഭിമാനിക്കാനുള്ള ഒരവസരത്തെ ആരാടോ സഖാബെ ഇല്ലാതെയാക്കിയത്? ഞങ്ങളാ. ഞങ്ങൾ ഈ പറയുന്നതൊക്കെ വെറുതെയല്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എങ്കിലൊന്ന് ആലോചിച്ചു നോക്ക്. ഞങ്ങൾ സത്യത്തിൽ എനിക്ക് അത്ഭുതം തോന്നി. എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇത്രമേൽ എക്സ്ട്രീമായി പച്ചയായി ഒരാളെ കൊണ്ടുവരാനാവുക? സത്യത്തിൽ ഞങ്ങൾ പേടിക്കണ്ടേ? എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം 100,000 കേസുകൾ ഉണ്ടാക്കിയിട്ട് ഉപദ്രവിക്കാൻ ശ്രമിച്ചവരാ നിങ്ങൾ. എന്നിട്ടും ഞങ്ങൾ ആ ADGPക്കെതിരെ കഴിയാവുന്നതിൻ്റെയും പറയാവുന്നതിൻ്റെയും അങ്ങേയറ്റത്ത് പറയുകയും അവർക്കെതിരെ നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഒരു വാക്ക് പറയാൻ നിങ്ങളുടെ സഖാബ് പിണറായി വിജയന്റെ നാവ് പൊന്താത്തത്? സഖാക്കളെ, പ്രശ്നം ചെറുതല്ല, ഇത് ചെറുതല്ല. നിങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ തകരുകയാണ്. UDFന്റെ മികവല്ല ഈ തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചു വരുന്നത് എന്നെങ്കിലും നീ മനസ്സിലാക്ക്. ജയിക്കാനുള്ള വോട്ടേ പാലക്കാട് ഞങ്ങൾക്കായിട്ടുള്ളൂ. കഴിഞ്ഞ തവണ ഷാഫി മത്സരിക്കുമ്പോൾ കിട്ടിയ വോട്ട് എത്രയാണ്? അവിടെ തെരഞ്ഞെടുപ്പ് സജീവമായി നിന്ന ആളാണ് ഫിറോസ്. അയാൾ പറയും, ഞാൻ വിശദീകരിക്കണില്ല, പക്ഷെ ഞങ്ങൾക്ക് ജയിച്ചു വരാവുന്ന വോട്ടേ പാലക്കാടുള്ളൂ, ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ട്. എന്നാൽ ഈ കിട്ടിയ വോട്ട് എത്രയാണ്? ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ ഈ കാസർഗോഡ് നിന്ന് നമ്മളുടെ ഉണ്ണിത്താൻ ജയിച്ചു വരുന്നത് അയാൾക്ക് അവകാശപ്പെട്ട വോട്ടാണോ? UDFന് അവകാശപ്പെട്ട വോട്ടാണോ? കോൺഗ്രസിന് അവകാശപ്പെട്ട വോട്ടാണോ? ബാക്കിയുള്ള വോട്ടുകൾ എവിടുന്നാണ്? തളിപ്പറമ്പിലെ നിങ്ങളുടെ വോട്ട് ഷെയർ എത്രയാണ്? പിണറായി വിജയന്റെ മണ്ഡലത്തിലെ വോട്ട് ഷെയർ എത്രയാണ്? ജനങ്ങൾ ഇങ്ങനെയും തിരാകരിച്ചിട്ടും തന്റെ മകൾക്ക് വേണ്ടി, താൻ സമ്പാദിച്ചു കൂട്ടുന്ന കള്ളത്തരങ്ങൾക്ക് വേണ്ടി മുട്ടുമടക്കി നിൽക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത് ചെറിയ വിഷയമല്ല. പറയണതിന്റെ പേരിൽ കേസെടുത്തിട്ട് കാര്യമില്ല. ജനങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം, ജനങ്ങൾക്ക് വസ്തുതകൾ അറിയാം. നിങ്ങൾ പരിശോധിക്ക്. ഈ കണ്ണൂരിൽ നിങ്ങളുടെ തൊട്ടടുത്ത്, ഞാനിവിടെ തൊട്ടടുത്തല്ലേ 10 കൊല്ലം MLA ആയിരുന്നത്. അതുകൊണ്ട് നവീൻ ബാബു മരിച്ചുപോയപ്പോ ആ നവീൻ ബാബുവിന്റെ കേസിന്റെ മറുഭാഗത്ത് ദിവ്യ എന്ന് പറയുന്ന അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ ഒരാൾ ഉണ്ടായപ്പോ എനിക്ക് സംശയം ഉണ്ടായി. കാരണം അത് എന്നോട് പലരും ആ പ്രസംഗം കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, എന്തിനാണ് അങ്ങനെ പറയുന്നത് ഷാജി? അയാൾ ആത്മഹത്യ ചെയ്തതല്ലേ, ആവൂലേ? എനിക്ക് എത്ര ആലോചിച്ചിട്ടും ആ ലോജിക്ക് കിട്ടിയില്ല. സഖാക്കൾ മനസ്സിലാക്കിക്കോ, നിങ്ങളുടെ പാർട്ടി നന്നാവുകയല്ല. കാര്യമെന്ത്? ഈ സത്യസന്ധനായ ADM അയാളെ ഇപ്പൊ ലാസ്റ്റ് എന്താ പറയണത്? ഏതെല്ലാം തരത്തിലുള്ള സംശയങ്ങൾ ഉയരുന്നു. ഒരൊറ്റ കാര്യം കൂടെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. തിരുവനന്തപുരത്ത് മെഡിക്കൽ വിദ്യാർത്ഥികൾ ആക്സിഡന്റായി മരിച്ചു. ആ കുട്ടികളുടെ ബോഡി മോർച്ചറിയിൽ കിടക്കുകയാണ്. ഓരോ ബന്ധുക്കളും വന്ന് ഓരോ ബോഡിയും പുറത്തെടുത്ത് മഹസർ തയ്യാറാക്കിയിട്ടാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. കണ്ണൂരിലെ നവീൻ ബാബു നിസ്സാരനായ മനുഷ്യനാ. CPMന് വേണ്ടി കൊടലൂത്ത് നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരടക്കം ആലോചിച്ചോ? ADM ആണ് അയാളെ ബന്ധുക്കൾ വന്നില്ല. പത്തനംതിട്ട അങ്ങ് കോത്താഴത്തൊന്നല്ല. വന്നാൽ എത്ര ദൂരം? മരിച്ചുപോയില്ലേ? മോർച്ചറിയിൽ കിടത്തിയാ പോരെ? 2 കിലോമീറ്റർ ദൂരമില്ലാത്ത ജില്ലാ ആശുപത്രിയിൽ നിന്ന് 25 കിലോമീറ്റർ അപ്പുറത്തുള്ള പരിയാരം മെഡിക്കൽ കോളേജിലേക്ക്. നിങ്ങൾക്കറിയാലോ ഈ തൃക്കരിപ്പൂരുകാർക്ക് പരിയാരത്തെ CPM സ്വാധീനം. അവിടെ കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഈ മനുഷ്യൻ രാത്രിയിൽ ഒരു കുറിപ്പ് പോലും, 2 പെൺകുട്ടികളുണ്ട് ഇയാൾക്ക്. നിങ്ങൾ കണ്ടില്ലേ? ഹൈന്ദവാചാരപ്രകാരം ശേഷക്രിയകൾ നടത്തേണ്ടത് ആൺകുട്ടികളാണ്. ആൺകുട്ടികളില്ലേ? ബന്ധത്തിലുള്ളവരാണ്. പക്ഷേ ആ പെൺകുട്ടികൾ
ആ അവകാശം ചോദിച്ചു വാങ്ങി ആ അച്ഛൻ്റെ ശേഷക്രിയ നടത്തുന്നത് കേരളം കണ്ണു നിറഞ്ഞാണ് കണ്ടത്. ആ മക്കള് ഈ മനുഷ്യനെ കാത്ത് പത്തനംതിട്ടയിൽ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. ഒരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ പോരെ, മക്കളെ ഇനി ഒരിക്കലും എനിക്ക് വേണ്ടി കാത്തിരിക്കണ്ട, ഞാൻ വരില്ല. ഭാര്യക്കൊരു മെസ്സേജ്, 2 പെൺകുട്ടികളാണ് നമുക്ക്, ഒന്ന് നോക്കണേ എന്ന് പറഞ്ഞു. ഇല്ല. ഒരു ആത്മഹത്യാ കുറിപ്പില്ല, ഒരു മെസ്സേജ് ഇല്ല, ഒരു വാട്സാപ്പ് ഇല്ല. നവീൻ ബാബു എന്ന് പറയുന്ന ക്ലർക്കല്ലോ, ക്ലർക്ക് മോശമെന്നല്ല, പ്യൂണല്ലട്ടാ, പ്യൂണും മോശമെന്നല്ല, ജില്ലയിലെ 2ാമൻ, കലക്ടറുടെ തൊട്ടു താഴെയുള്ള ആൾ ആത്മഹത്യ ചെയ്തു അത്രേ. എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് കണ്ണൂരിലെ CPM അത്രമേൽ അറിയാം. ആ കേസ് CBIക്ക് പോയി. കുഞ്ഞനന്ദന്റെ വിഷയം വന്നപ്പോഴും ഞാനതാ പറഞ്ഞത്. കുഞ്ഞനന്ദന്റെ വിഷയം വന്നപ്പോ എന്നെ കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോ എൻ്റെ പടച്ചോനെ, നമ്മളെ ഗോവിന്ദൻ ഒരു ചാട്ടാണ്, കേസ് കൊടുക്കും. ഞാൻ ബോധം കെട്ടുകൂടി. കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പം ബോധം കെടും. കാരണം കേസ് തീരെ കണ്ടിട്ടില്ല. ഗോവിന്ദ, കേസ് ഇതുവരെ വന്നില്ലല്ലോ. പുതിയ അജിത്തൊക്കെ വന്നിട്ടുണ്ടല്ലോ നമുക്ക്, DGP, മുഖ്യമന്ത്രിയുടെ പ്രിയ ഇഷ്ടക്കാരൻ. എൻ്റെ പേരിൽ ഒരു കേസ് ഇടണം. കേസ് കുറേ സുപ്രീം കോടതി തള്ളി കഴിഞ്ഞപ്പോൾ കേസില്ല, എൻ്റെ ഒരു മൂടില്ല. ഒരു കേസിട്. കേസെടുക്കാൻ വകുപ്പുണ്ട്. ഞാൻ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ ഇടില്ല, എനിക്കറിയാം. കാരണം ആ കോൺട്രവേഴ്സിയിൽ ഒരു FIR വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. FIR വന്നാൽ ലോഞ്ച് ചെയ്യുന്നത് വേറെ ആളുകളായിരിക്കും എന്ന് നിങ്ങൾക്കറിയാം. ആ FIR കാത്തിരുന്നാൽ എന്താ ആ കേസ് കൊടുക്കാത്തത്? എന്താ നവീൻ ബാബുവിൻ്റെ വിഷയത്തിൽ നിശബ്ദത? വേട്ടക്കാരൻ്റെ കൂടെ ഓടുക, വേട്ടപ്പട്ടിയുടെ കൂടെ ഇരയുടെ കൂടെ ഓടുക, വേട്ടപ്പട്ടിയുടെ കൂടെ വേട്ടയാടുക. നവീൻ ബാബുവിന്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങളും CPM എന്ന് രാജേഷ് അല്ലേ, ഇവിടെ വന്നിട്ട് ദിവ്യ എന്ന് പറയുന്ന അഴിമതിക്കാരിയെ, കൊലയാളിയെ ജയിലിൽ നിന്ന് പുറത്തിറക്കുമ്പോ പാർട്ടി സെക്രട്ടറി ഗോവിന്ദന്റെ ഭാര്യ സ്വീകരിക്കാൻ പോവാ. ഇതുപോലെ കുഫുവത്ത പെണ്ണ് വേറെ പോകാനില്ല. കാര്യം എന്താണ്? ഗോവിന്ദന്റെ ഭാര്യയാണ് സാധന ആത്മഹത്യ ചെയ്തത്. അപ്പൊ ഇവരിങ്ങനെ സ്കോർ പറയാണ്, ഞാനൊന്ന് നീ ഒന്ന്. അപ്പൊ പിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുകയാണ്. ഗോവിന്ദന്റെ ഭാര്യ ചെയർമാൻ ആയിരിക്കുമ്പോഴാണ് എൻ്റെ മണ്ഡലത്തിൽ സാധന ആത്മഹത്യ ചെയ്യണത്. അപ്പൊ ഗോവിന്ദന്റെ സ്കോർ 1, ഗോവിന്ദന്റെ ഭാര്യയുടെ സ്കോർ 1, ജില്ലാ പഞ്ചായത്ത് ദിവ്യയുടെയും സ്കോർ 1. നിങ്ങൾ പോയി നോക്ക്. ഇത്തിരി പോയാൽ മതി. നിങ്ങൾ പയ്യന്നൂരല്ലേ, അടുത്തല്ലേ, ഒന്ന് പോയി നോക്ക്. ദിവ്യയുടെ ചുറ്റുപാട്. ദിവ്യ എൻ്റെ മണ്ഡലത്തിനടുത്തല്ലേ. ഷാജർ എൻ്റെ മണ്ഡലക്കാരനാണ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. നടത്തിയ അഴിമതിക്ക് കണക്കുണ്ടോ? വിൽക്കാത്തത് എന്തെങ്കിലും ബാക്കിയുണ്ടോ? എങ്ങനെയാണ് ദിവ്യ ഈ അഴിമതി നടത്താതിരിക്കുക? ഏരിയ കമ്മിറ്റി സെക്രട്ടറിന്റെ ബൈക്ക് കത്തിച്ചു. ഏതെങ്കിലും കോൺഗ്രസ്സുകാരനും ലീഗുകാരനും ആ പരിസരത്ത് കടുക്കാൻ പറ്റുമോ? ഈ പറയുന്നവരുടെ ഗുണ്ടകള് എന്തെല്ലാം റിസോർട്ട്, ഫ്ലാറ്റുകള്, ബിസിനസ് ശൃംഖലകള്, അതിർത്തികളിൽ ഏക്കർ കണക്കിന് തോട്ടങ്ങള്, ഭൂമികള്, ഇതൊക്കെ വാങ്ങിക്കൂട്ടുക. ഇവരെ കൺട്രോൾ ചെയ്യണത് ആരാണ്? ശശിയാണ്. ശശി മോളില് താഴെ ഈ അഴിമതിക്കാര് എല്ലാവരും കക്കുകയാണ്, നിരന്നിരുന്ന് കക്കുകയാണ്. മുഖ്യമന്ത്രിയും മക്കളൊക്കെ കൂടിയിട്ട് വലിയ അടിച്ചുമാറ്റൽ. ഇപ്പൊ നിങ്ങൾ കണ്ടോ, ദുബായിൽ നിന്ന് കൊണ്ടുവന്ന ടീകോമിന്റെ പദ്ധതി പോയി. എൻ്റെ ഒറ്റ ചോദ്യം ഞാൻ ചോദിച്ചു, ടീകോമിന് പകരം ആര് വരും? ദുബായ് ഇന്റർസിറ്റിക്ക് പകരം ആര് വരും? ഊരാലുങ്കലാണോ? അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയാണോ? അതുമല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകന്റെ അമ്മോഷനാണോ? ഇവിടെ പല ജാതി കള്ളന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. കുടുംബടക്കിരുന്ന് കക്കണ ഒരു കുടുംബത്തെ എന്താ നമ്മൾ പറയാ, ഈ തമിഴ്നാട്ടിലൊക്കെ പറയാറില്ലേ, എന്ത് ഗ്രാമം എന്നാണ്? തിരുട്ട് ഗ്രാമം. അതുപോലെ ഒരു തിരുട്ട് ഫാമിലി അല്ലേടോ ഇത്? അത് പറഞ്ഞ് ഞങ്ങൾ കേസെടുക്കുന്നത്. ഇത് പറയാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കില്ലേ? അതിനല്ലേ ഞങ്ങൾ MLA ആക്കണത്. ഞാൻ അഴീക്കോട് ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾ മത്സരിക്കാൻ പറഞ്ഞു. അവിടെ പോയി മത്സരിച്ചു. നിങ്ങൾക്കറിയാം അഴീക്കോട് എന്താണെന്ന്. അവിടുത്തെ ജനങ്ങൾ ചെറിയ വോട്ടിനാണെങ്കിൽ എന്നെ ജയിപ്പിച്ചു. ഒരു ഉത്തരവാദിത്തമല്ലേ തന്നത്? അവരോട് നീതി കാണിക്കണ്ടേ?
നമ്മൾ ഈ രാജ്യത്ത് എന്തിനാണ് നികുതി കൊടുക്കാത്തത്? കാറിന് നികുതി, റോഡിന് നികുതി, വസ്ത്രത്തിന് നികുതി, ഭക്ഷണത്തിന് നികുതി, കുട്ടികളുടെ സ്കൂളിന് നികുതി, എല്ലാത്തിനും നികുതി. ഈ നികുതി പൈസ എല്ലാം കൂടെ കൊണ്ടുപോയിട്ട് ഈ മുഖ്യമന്ത്രിക്കും മകൾക്കും അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി കളിക്കാനാ? അല്ലല്ലോ. എന്നെ MLA ആക്കണത് എന്തിനാണ്? നിങ്ങൾ ഇവിടെ ഒരു MLA ഉണ്ടാക്കിയത് എന്തിനാണ്? ഇതാ ഞങ്ങൾ നിങ്ങളെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നു, പോയി നോക്കണം. കള്ളനുണ്ടെങ്കിൽ കള്ളൻ എന്ന് പറയണം. ഞാൻ നിയമസഭയിൽ പോയി നോക്കുമ്പോൾ മുഖ്യമന്ത്രി എമ്മാതിരി കക്കലാണ്. മോളെ പേരൊക്കെ പറഞ്ഞ് കക്കാൻ. അപ്പൊ ഞാൻ ഒരു ദിവസം എഴുന്നേറ്റുന്നു, MLA എന്ന പ്രിവിലേജ് ഉണ്ട്. ഞാൻ പറഞ്ഞു കള്ളനാണ് നിങ്ങൾ. പറഞ്ഞതേ ഓർമ്മയുള്ളൂ. പിന്നെ പടപടപടാന്ന് കേസാണ്, അല്ലേ? പടപടാന്ന് കേസാണ്. ഞാൻ ചോദിക്കേണ്ടത്, ജനാധിപത്യത്തിലെ ഉത്തരവാദിത്തങ്ങൾ സക്രിയമായി നിർവഹിക്കുക എന്നത്, നിർഭയമായി നിർവഹിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. നിങ്ങൾ ഭയപ്പെടുത്തിയാൽ നിൽക്കുന്നതല്ലാതെ, പേടിപ്പിച്ച് അവസാനിപ്പിക്കാവുന്ന ഒരു ഉത്തരവാദിത്വം അല്ലാതെ. ആ ഉത്തരവാദിത്തം നിർവഹിക്കുക എന്ന ദൗത്യമാണ് മുസ്ലിം യൂത്ത് ലീഗും മുസ്ലിം ലീഗും ഒക്കെ രാജ്യത്ത് ഏറ്റെടുക്കുന്നത്. അതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ വിഷയമായി നിൽക്കുന്നതും. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയാണ്, നിങ്ങൾ ഈ വിഷയത്തിൽ ഇപ്പോൾ ഉണ്ടാക്കിയെടുത്ത അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ രാഷ്ട്രീയത്തെ സമഗ്രമായി വിലയിരുത്തുകയും മുസ്ലിം ലീഗ് പാർട്ടി ഉന്നയിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങളിലെ ആ സ്പേസിനെ കണക്കാക്കി അവിടെ നിൽക്കുകയും രാഷ്ട്രീയ ബോധത്തോടെ വലിയ ശക്തമായ പോരാട്ട വീര്യത്തോടെ ഇവിടെ യൂത്ത് ലീഗിന് നിൽക്കാൻ കഴിയണം. യൂത്ത് ലീഗിൻ്റെ ഒരു കമ്മിറ്റി ഇങ്ങനെ മനോഹരമായ ഒരു സമ്മേളനം നടത്തി, ഞാൻ വരുന്ന വഴിയിലൊക്കെ തോരണങ്ങൾ കൊണ്ട് ഒരു സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രതീതിയൊക്കെ ഉണ്ടാക്കി. നിങ്ങൾ ഉഷാറായി എന്ന് പറയണമെങ്കിൽ ഇപ്പം പറയില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഞാൻ പറയൂ നിങ്ങൾ ഉഷാറായി എന്ന്. അങ്ങനെ പറയാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ പ്രവർത്തനത്തിൻ്റെ, നിങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ ഇപ്പത്തെ ഉഷാറായി. എന്നാലും ഞാൻ പറയാം, ഞങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞല്ലോ ഇത് ഇവിടെ നിൽക്കണില്ല എന്ന്. അതൊരു വലിയ വർത്താനാണ്. ഇവിടെ നിൽക്കരുത്. നിന്നാൽ നിങ്ങളുടെ പിറകിൽ അടിച്ചോടിക്കാൻ ഫിറോസ് നിങ്ങളെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ബാധ്യത അദ്ദേഹത്തെ ഏൽപ്പിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സെക്രട്ടറി സലീൽ, ദുബായ് KMCCയുടെ സമീർ വളവക്കാട് എന്നിവർ സ്റ്റേജിലേക്ക് വരണം.